വർഷം 1942. ഹിറ്റ്ലറുടെ ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കിയിട്ട് അപ്പോഴേക്കും 2 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ഫ്രാൻസിലെ പല കെട്ടിടങ്ങളും പ്രദേശങ്ങളും നാസികൾ തങ്ങളുടെ ഉപയോഗത്തിനായി മാത്രം പരുവപ്പെടുത്തിയിരുന്നു. സിനിമാ തിയേറ്ററുകളിലും സോൾജിയർ ഓൺലി സിനിമാസ് എന്നെഴുതി പ്രവേശനം നിഷേധിച്ചിരുന്നു. ജർമ്മൻ മിലിറ്ററി അഡ്മിനിസ്ട്രേഷന്റെ പ്രൈമറി ഹബ് എന്നറിയപ്പെട്ടിരുന്ന ഷോം എലീസെ പട്ടണത്തിലെ ഒരു തിയേറ്ററിൽ മാർച്ച് 9 ഒരു ഉഗ്ര സ്ഫോടനം നടന്നു. 2 ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വധിക്കപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ആക്രമണത്തെ ഫ്രാൻസിലെ മറ്റ് പല പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു പ്രതിഷേധം പോലെ തള്ളിക്കളയാൻ നാസി ഭരണകൂടം തയ്യാറല്ലായിരുന്നു. തുടർന്ന് നടന്ന വ്യാപകമായ റെയ്ഡിനും അറസ്റ്റിനുമൊടുവിൽ പിടികൂടിയ പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു യുവാവും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്കും ഫ്രാൻസിലെ നാസി വിരുദ്ധ മുന്നേറ്റങ്ങൾക്കും ഒരുപോലെ നേതൃത്വം വഹിച്ച, കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നരകയാതനകൾക്കൊടുവിൽ വലേറിയൻ കുന്നിൽ വെച്ച് ജർമ്മൻ സൈനികരുടെ തോക്കിനിരയായ, ഇന്ത്യക്കാരനെന്ന് വെളിപ്പെടുത്തിയാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടാമായിരുന്ന സാധ്യതയെ പ്രയോജനപ്പെടുത്താതിരുന്ന, നാസികൾ കൊലപ്പെടുത്തിയ ഏക ഇന്ത്യക്കാരനായ ആ മലയാളിക്ക് നമ്മുടെ ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ടതുണ്ട്. ആ വിപ്ലവകാരുടെ പേരാണ് മിച്ചിലോട്ട് മാധവൻ. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്ത് ഉൾപ്പെട്ട ദേശമാണ് മയ്യഴി അഥവാ മാഹി. മാഹി ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് 1914 ജൂലൈ 17 അവിടുത്തെ എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്ന മിച്ചിലോട്ട് ഗോവിന്ദിന്റെയും പെരുന്തോട്ടി മാധുവിന്റെയും 3ാമത്തെ സന്താനമായിട്ടാണ് മാധവന്റെ ജനനം. പഠനത്തിൽ മിടുക്കനും സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്ന മയ്യഴിയിലെ മാധവൻ എങ്ങനെ ഫ്രാൻസിലെത്തി എന്നറിയണമെങ്കിൽ മയ്യഴിയുടെ ചരിത്രം കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. മയ്യഴിയുടെ ചരിത്രം 200 വർഷത്തെ ഫ്രഞ്ച് അധിനിവേശത്തിന്റെ ചരിത്രം കൂടിയാണ്. മാഹി എന്നത് മയ്യഴിയുടെ ഫ്രഞ്ച് ഭാഷാന്തരമാണ്. 1721 സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായിട്ടാണ് ഫ്രഞ്ചുകാർ മാഹിയിലെത്തുന്നത്. കടത്തനാട് രാജാവുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഫ്രഞ്ചുകാർ കരാറിലെ ചില വ്യവസ്ഥകളുടെ പേരിൽ 1725 രാജാവിനെ കീഴ്പ്പെടുത്തി മാഹി പിടിച്ചെടുത്തു. ഫ്രഞ്ച് നാവിക ഉദ്യോഗസ്ഥനായ ബെർട്രൻഡ് ഫ്രാൻസെ മഹി ഡി ലെബോർഡൻസ് ആണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ബെർട്രൻഡ് സാഹിബിനുള്ള അംഗീകാരമായി അദ്ദേഹത്തിന്റെ പേരിലെ മാഹി പിന്നീട് മയ്യഴിക്ക് നൽകപ്പെട്ടു എന്നൊരു നാട്ടുവർത്തമാനം ഉണ്ടെങ്കിലും ഗവേഷകർ ആ വാദത്തെ തള്ളിക്കളയുന്നുണ്ട്. മയ്യഴി കീഴടക്കിയ ഫ്രഞ്ചുകാരുമായി പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ ആദ്യകാലങ്ങളിൽ വ്യാപാരത്തിലും ഭരണത്തിലും സൗഹാർദ്ദപരമായാണ് മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ വാണിജ്യ തർക്കങ്ങൾ അവർക്കിടയിലും ഭിന്നത വിതച്ചു. 1761 മുതൽ നിരവധി തവണ ഇവർ തമ്മിൽ മാഹിയുടെ പേരിൽ യുദ്ധങ്ങൾ നടന്നു. വിജയപരാജയങ്ങൾ മാറി മറിഞ്ഞ ആ പോരാട്ടങ്ങൾക്കൊടുവിൽ 1817 മാഹി പൂർണ്ണമായും ഫ്രഞ്ച് അധികാരത്തിന് കീഴിലായി. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷവും മയ്യഴിയിലെ ഫ്രഞ്ച് ഭരണം തുടർന്നു പോന്നു. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന AK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വിമോചന പോരാട്ടങ്ങൾക്കൊടുവിൽ 1954 മാഹി സ്വതന്ത്ര ഇന്ത്യയുടെ സ്വന്തമായി തീർന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായി ഫ്രഞ്ച് ഭരണകർത്താക്കൾ മയ്യഴി നിവാസികളോട് കുറെ കൂടി അനുഭാവപൂർണമായ നയങ്ങളും നിലപാടുകളുമാണ് പുലർത്തിയിരുന്നത്. തങ്ങളുടെ പൗരന്മാർ എന്ന നിലയിൽ അവരെ പരിഗണിച്ച ഫ്രഞ്ച് ഗവൺമെന്റ് മയ്യഴിക്കാർക്ക് ഫ്രഞ്ച് പൗരത്വവും പാസ്പോർട്ടും നൽകിയിരുന്നു. മിടുക്കനായ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ പോയി പഠിക്കാനുള്ള അവസരവും അവർ ഒരുക്കിയിരുന്നു. അങ്ങനെയാണ് ഗണിതത്തിൽ തൽപരനായ മാധവൻ സർട്ടിഫിക്ക ഫ്രാൻസെ പരീക്ഷ പാസ്സായി പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള യോഗ്യത നേടിയത്. പുതുച്ചേരിയിലെ ഫ്രഞ്ച് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മാധവൻ യൂത്ത് ലീഗ് ഓഫ് ഫ്രഞ്ച് ഇന്ത്യയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. 1934 ഗാന്ധിജിയിൽ നിന്നും പ്രചോദിതനായി
ഹരിജൻ സേവാ സംഘത്തിലും അംഗമായ മാധവൻ ദളിത് കോളനികളിൽ സായാഹ്ന ക്ലാസുകൾ സംഘടിപ്പിക്കാനും ഉത്സുകനായിരുന്നു. ഇങ്ങനെ മാനവികത മനസ്സിലും ശരീരത്തിലും നിറച്ചാണ് മാധവൻ ഫ്രാൻസിലേക്ക് കപ്പൽ കയറിയത്. 1937 മാധവൻ ഫ്രാൻസിലെത്തുന്നത്. ജർമ്മൻ അധിനിവേശത്തിനും 3 വർഷം മുൻപ്. അധികം വൈകാതെ തന്നെ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്തു മാധവൻ. പുതുച്ചേരിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായ വി സുബയ്യ അന്ന് പാരീസിലുണ്ടായിരുന്നു. അദ്ദേഹവുമായുള്ള അടുത്ത ബന്ധം മാധവനെ സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃനിരയിലേക്ക് എത്തിച്ചു. ജർമ്മൻ അധിനിവേശം ആരംഭിച്ചതോടെ നാസികൾക്കെതിരായ കമ്മ്യൂണിസ്റ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാധവനും സജീവമായി. ആശയപ്രചാരണത്തിന്റെ ഭാഗമായി നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിലും ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിലും മാധവൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ ലിസേ ബിഫോങ് സ്കൂളിൽ ഒരു പ്രതിരോധ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതോടെ മാധവൻ ജർമ്മൻ പോലീസിന്റെ നിരീക്ഷണത്തിലായി. ഫ്രഞ്ച് യുവത പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മൂർച്ച കൂട്ടിവരുന്ന കാലത്തിലാണ് പ്രാരംഭത്തിൽ സൂചിപ്പിച്ച 1942 മാർച്ച് 9 സിനിമാ തിയേറ്റർ സ്ഫോടനം നടക്കുന്നത്. തുടർന്ന് നടന്ന റെയ്ഡുകളിലൊന്നിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മാധവന്റെ മുറിയിൽ നിന്നും ലഘുലേഖകൾ കണ്ടെത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊടും ക്രൂരതകളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച പ്രോ നാസി സ്പെഷ്യൽ ഗാർഡ്സ് മാർച്ച് 17 മാധവനെ അറസ്റ്റ് ചെയ്തു. കോളേജിൽ റെയ്ഡ് നടക്കുന്നു എന്നറിഞ്ഞ് മാധവന്റെ മുറിയിൽ നിന്നും സാധനങ്ങൾ നീക്കം ചെയ്യാനായി ഓടിയെത്തിയ മാധവന്റെ കാമുകയും ഫ്രഞ്ചുകാരിയുമായ ജിസേൽ മോളറ്റും അവരുടെ ചൈനീസ് സുഹൃത്തായ ലായ്സെ ചെങ്ങും അന്ന് പോലീസ് പിടിയിലായി. ജിസേൽ പിന്നീട് ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് 1943 കൊല ചെയ്യപ്പെട്ടു. അന്ന് ജിസേലിനൊപ്പം തടവറയിലുണ്ടായിരുന്ന ഷാർലോട്ട് ഡെൽബോ 2ാം ലോക മഹായുദ്ധാനന്തരം എഴുതിയ ഓഷ്വിറ്റ്സ് ആൻഡ് ആഫ്റ്റർ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ ട്രയോളജിയിൽ ജിസേലിന്റെ മരണത്തെയും ഓർത്തെടുക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട മാധവനെ പോലീസ് ആദ്യം തടവറയിലാക്കിയത് ഷെർഷെ മിതി ജയിലിലാണ്. ഓഗസ്റ്റ് 24 ജർമ്മൻ രഹസ്യ പോലീസായ ഗെസ്റ്റപ്പോ മാധവനെയും കൂട്ടാളികളെയും അവിടെ നിന്ന് ഏറ്റെടുത്ത് ഫോൺ ദെ റൊമൈൻ വില്ലയിലെ HL-122H എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. റൊമൈൻ കോട്ടയിലെ ജയിൽ രജിസ്റ്ററിൽ 27-ാം പേജിലെ 766-ാം നമ്പറായി മിച്ചിലോട്ട് മാധവന്റെ പേര് നമുക്ക് കണ്ടെത്താനാകും. വിപ്ലവകാരിയുടെ ജീവിതത്തിനും മരണത്തിനും സാക്ഷിയായി അതിന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നരകയാതനകളിലൂടെ മാധവനും സഖാക്കളും കടന്നു പോകുമ്പോഴാണ് സെപ്റ്റംബർ 17 ബുൾവേർ പസന്യോറിലെ ഗ്രാൻഡ് റെക്സ് സിനിമാ തിയേറ്ററിൽ രാത്രിയിൽ മറ്റൊരു സ്ഫോടനം നടക്കുന്നത്. സെപ്റ്റംബർ 17 സ്ഫോടനത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച നാസികൾ സെപ്റ്റംബർ 21 രാവിലെ പാരീസിൽ നിന്നും അറസ്റ്റ് ചെയ്ത മാധവനടക്കമുള്ള 46 പേരോടും റൊമൈൻ കോട്ടയിലെ മറ്റ് 70 പേരോടും സൈനിക ട്രക്കിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. മറ്റൊരു ജയിലിലേക്കുള്ള മാറ്റം എന്നാണ് അവരും സഹതടവുകാരും അപ്പോൾ കരുതിയത്. അവശരെങ്കിലും ഫ്രഞ്ച് ദേശീയ ഗാനമായ ലാ മർസൈസ് ഉറക്കെ പാടിയാണ് മാധവനടക്കമുള്ളവർ ജയിൽ കവാടം കടന്ന് വാഹനത്തിലേക്ക് ചുവടുവെച്ചത്. സൈനിക ട്രക്കുകൾക്ക് നേരെ പോയത് പാരീസിൽ നിന്നും 15 കിലോമീറ്ററുകൾ ദൂരെയുള്ള വലേറിയൻ മലനിരകളിലേക്കാണ്. മലമുകളിലെ ചെറിയ പള്ളിയിൽ തടവുകാർക്ക് കുറച്ചു സമയം ചെലവഴിക്കാൻ അനുവാദം നൽകപ്പെട്ടു. അവിടെ നിന്നും സൈനികർ അവരെ മരണത്തിന്റെ താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് വിലങ്ങണിഞ്ഞ കൈകളാൽ പള്ളിയുടെ ഭിത്തികളിൽ അവർ ഹിറ്റ്ലർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കോറിയിട്ടു. വലേറിയൻ കുന്നിന്റെ ഉയരത്തിൽ കൈകൾ കെട്ടിയും കണ്ണുകൾ കെട്ടാതെയും നിരത്തി നിർത്തിയ അവർക്ക് മുന്നിൽ പട്ടാളക്കാർ നിറത്തോക്കുകളുമായി നിരനിന്നു. മേലുദ്യോഗസ്ഥന്റെ ആജ്ഞ ഉയർന്നതോടെ അവരുടെ കൈവിരലുകൾ കാഞ്ചിയിൽ അമർന്നു. 116 പേരുടെ കണ്ടങ്ങളിൽ നിന്നും ഉയർന്ന
ദേശീയ ഗാനത്തെ അപ്പോൾ ആ വെടിയൊച്ചകൾ നിശബ്ദതയാക്കി മാറ്റി. അങ്ങനെ തൻ്റെ 28-ാം വയസ്സിൽ ഹിറ്റ്ലറുടെ ഫാസിസത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏക ഇന്ത്യക്കാരനായി മാധവൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഇന്ത്യയിലെ ചരിത്രകാരന്മാർ ഓർത്തെടുത്ത് കുറിക്കാൻ മറന്നുപോയ ഒരു പേര് കൂടിയാണ് മിച്ചിലോട്ട് മാധവൻ. ഇന്ത്യയിൽ മാധവന്റെ പേരിൽ സ്മാരകങ്ങൾ ഒന്നുമില്ലെങ്കിലും പാരീസിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും വലേറിയൻ കുന്നിലുമുള്ള രക്തസാക്ഷി സ്മാരകങ്ങളിൽ മാധവന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഛായാചിത്രം പാരീസിലെ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. 2ാം ലോക മഹായുദ്ധകാലമായതിനാൽ മാധവന്റെ മരണവാർത്ത പോലും നാട്ടിലറിഞ്ഞത് വിയോഗത്തിനും 2 വർഷങ്ങൾക്ക് ശേഷമാണ്. ജയിലിലെ മാധവന്റെ ധീര നിലപാടുകളെയും രക്തസാക്ഷിത്വത്തെയും കുറിച്ച് കൂടുതലായി നമ്മൾ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ സഹതടവുകാരനായ PS ഷുമോഫിന്റെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ്. ഇന്ത്യക്കാരനാണെന്ന് വെളിപ്പെടുത്തിയാൽ മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമായിരുന്ന സാധ്യതയെ മാധവൻ തള്ളിക്കളഞ്ഞതും മയ്യഴിക്കാർക്ക് സ്വന്തമായിരുന്ന ഫ്രഞ്ച് പൗരത്വത്തിൽ മാധവൻ ഉറച്ചു നിന്നതും ഷുമോഫിന്റെ ഡയറി താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. CH ഗംഗാധരൻ എഴുതിയ മയ്യഴി എന്ന പുസ്തകത്തിൽ ഷുമോഫിന്റെ ഡയറി കുറിപ്പുകളെ ആധാരമാക്കി മാധവന്റെ പോരാട്ട വഴികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാധവനെ കുറിച്ചുള്ള മലയാളത്തിലെ ആധികാരിക ഗ്രന്ഥവും അതുതന്നെ. എഴുത്തുകാരനും മാതൃഭൂമിയിലെ പത്രപ്രവർത്തകനുമായിരുന്നു CH ഗംഗാധരൻ. കോഴിക്കോട് സ്വദേശിയായിരുന്നുവെങ്കിലും മയ്യഴി ഗംഗാധരന് ഒരു വികാരമായിരുന്നു. 4 പതിറ്റാണ്ടിലേറെ മയ്യഴിയിൽ മാതൃഭൂമിയുടെ മുഖമായി പ്രവർത്തിച്ച അദ്ദേഹം മയ്യഴിയുടെ വിശേഷങ്ങളും ആവശ്യങ്ങളും ലോകത്തെ അറിയിക്കാൻ തൻ്റെ എഴുത്തിനെ പ്രയോജനപ്പെടുത്തി. മയ്യഴിയുടെ ഔദ്യോഗിക ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ വ്യക്തികളെയും സംഭവങ്ങളെയും കണ്ടെത്തുവാൻ നീണ്ട വർഷങ്ങളുടെ അന്വേഷണത്തിനും പഠനത്തിനും ഗംഗാധരൻ സമയം ചെലവഴിച്ചു. അങ്ങനെ 1987 മയ്യഴി എന്ന ഗ്രന്ഥം പ്രസിദ്ധീകൃതമായി. ചരിത്ര സംബന്ധിയായ ഏതു കാര്യത്തിനും മയ്യഴിക്കാർ അവസാന വാക്കായി ഇന്നും കരുതുന്ന ആ പുസ്തകത്തിന്റെ 152 മുതൽ 156 വരെയുള്ള പേജുകളിലാണ് മാധവന്റെ ജീവിതം എഴുതി ചേർത്തിരിക്കുന്നത്. മയ്യഴിയിൽ ജനിച്ച് തൊഴിലാളി ക്ഷേമത്തിനായി മുന്നിട്ടിറങ്ങി ഒടുവിൽ ഫ്രാൻസിലെ വിപ്ലവ വേദിയിൽ മരിച്ചു വീണ മിച്ചിലോട്ട് മാധവൻ മയ്യഴിയുടെ ചെഗുവേരയാണെന്നാണ് എഴുത്തുകാരൻ M രാഘവൻ അഭിപ്രായപ്പെട്ടത്. മാനവികതയ്ക്കും വിപ്ലവത്തിനും അതിരുകളില്ലെന്നാണ് മാധവന്റെ ജീവിതം നമ്മോട് പറയുന്നത്. ഫാസിസം നമ്മുടെ നാട്ടിലും വേരാഴ്ത്തി തുടങ്ങുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ മാധവൻ എന്നും ജ്വലിച്ചു നിൽക്കണം. ഓർമ്മകളിൽ ഒരു ഇടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ.